ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. ഞാനിന്ന് വന്നേക്കുന്നത് അടിപൊളി ഒരു ഫേസ് പാക്കുമായിട്ടാണ്. ഈ ഒരു ഫേസ് പാക്ക് ഞാനങ്ങനെ യൂട്യൂബിൽ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാനാണെന്ന് തോന്നുന്നു ഇതിനകത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നത് ഈ ഒരു ഐറ്റം വെച്ചിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി കലക്കിയതൊന്നും അല്ല കേട്ടോ. ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ. നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ്. നമുക്ക് ഈ പാഷൻ ഫ്രൂട്ട് നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്നത് പോലെ തന്നെ അതിന് ഇരട്ടി ഗുണങ്ങളാണ് നമ്മുടെ സ്കിന്നിൽ ഉപയോഗിച്ചാൽ കിട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ടിനകത്താണെങ്കിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ ഇ, സി, കാൽസ്യം, പിന്നെ അതായത് കാൽസ്യം, ഫോസ്ഫറസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഒരുപാട് അലർജികൾക്ക് വളരെ നല്ല ഒരു മരുന്നാണ് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ്. അതായത് ഈ സോറിയാസിസ് പോലുള്ള വലിയ ത്വക്ക് രോഗങ്ങൾക്ക് പോലും നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മുഖക്കുരു ഉണ്ടെങ്കിൽ മുഖക്കുരു വന്നത് ചൊട്ടിപ്പോവുകയും അടുത്തത് പുതിയതൊന്നും വരാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് നീക്കം ചെയ്യാം. സൺ ടാൻ കാരണം ഉണ്ടാവുന്ന ഒരു മങ്ങലുണ്ടല്ലോ, അതൊക്കെ നമുക്ക് നീക്കം ചെയ്യാം. പിന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഈ ഒരുമാതിരി ചെറിയ കറുത്ത കുത്തുകൾ പോലുള്ള പാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫെയ്ഡാക്കാൻ സഹായിക്കും. അതേപോലെ ഒരുപാട് നിരവധി കാര്യങ്ങളാണ് നമുക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസിൽ നിന്ന് നമ്മുടെ സ്കിന്നിലേക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് അധികം ആർക്കും ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തണക്കെ അങ്ങനെ ആരും പാഷൻ ഫ്രൂട്ടിനെ കുറിച്ച് ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പം ഇതിനകത്താണെങ്കിൽ ഞാൻ ചേർത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കടലമാവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തേക്കുന്നത്. കാരണം നമുക്കൊരു ബേസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കടലമാവ് മിക്സ് ചെയ്തേക്കുന്നത്. ഇല്ല, നമുക്ക് കടലമാവും ഇതിനകത്ത് നമുക്ക് വേറെ പൊടികളൊന്നും ചേർക്കാനില്ലെങ്കിൽ നമുക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് മാത്രം മതി. പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഒരു സ്പ്രേ ബോട്ടിലിനകത്താക്കി നമുക്ക് ഫേസിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് അബ്സോർബ് ആയി കഴിയുമ്പോൾ കഴുകിക്കളയുകയും ചെയ്യാം. അങ്ങനെ ചെയ്താലും മതി. നമ്മൾ ഡെയിലി ചെയ്യാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലതുപോലെ നിറം വയ്ക്കും. അപ്പം ഇത് എല്ലാവർക്കും അങ്ങനെ എല്ലാവർക്കും കുറച്ച് ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരിക്കും. അപ്പോൾ പാഷൻ ഫ്രൂട്ടൊക്കെ വീട്ടിലുള്ള ആളുകൾ കഴിക്കുമ്പോൾ അതിൻ്റെ കുറച്ചൊരു ശകലം 1-2 സ്പൂൺ ജ്യൂസ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതേപോലൊക്കെ ചെയ്ത് നോക്ക്. വേറെ ഒന്നും മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ ജ്യൂസ് മാത്രം നമ്മുടെ ഫേസിൽ ഒന്ന് സ്പ്രേ ചെയ്തായാലും നോക്ക്. അപ്പം നല്ല റിസൾട്ട് കിട്ടും. മുഖക്കുരു ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ലതുപോലെ മുഖക്കുരു മാറാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പം ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇങ്ങനെ ഇതിനെ ഗുണത്തെക്കുറിച്ച് അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുന്നവരെ അറിയാത്ത നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം ഇത് എനിക്ക് റിമൂവ് ചെയ്തപ്പോൾ തന്നെ കിട്ടിയത് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. പിന്നെ ഞാനിതിനകത്ത് കടലമാവ് ചേർത്തേക്കുന്നത് കൊണ്ട് നന്നായിട്ട് ഉണങ്ങി പിടിച്ചിട്ട് ആണ് ഞാനിത് റിമൂവ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടലമാവോ അല്ല മുൾട്ടാണി മിൽട്ടിയോ നിങ്ങളുടെ കയ്യിൽ എന്ത് റൈസ് പൗഡറോ അല്ല ഗോതമ്പ് പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് തേക്കാം. ഇല്ല, ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ ജ്യൂസ് മാത്രം എടുത്ത് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അതും വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിത് കടലമാവും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഫേസിൽ നന്നായിട്ട് വരണ്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അഥവാ കടലമാവോ എന്തെങ്കിലും പൊടികൾ ചേർത്ത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫേസ് കഴുകി കഴിയുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ കയ്യിലുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് എങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്താലും അത് ഏത് രീതിയിൽ ചെയ്താലും നല്ല രീതിയിൽ ഗുണം കിട്ടുന്ന ഒരു സൂപ്പർ സാധനമാണിത്. അപ്പം പിന്നെ ഇതൊക്കെ തേച്ച് കഴിയുമ്പം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ പറയാനുള്ളത്, എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കത് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അത് സൂപ്പർ റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഡെയിലി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഫേസിന് നല്ല നിറം വയ്ക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്ത ആളുകളിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ, ടാറ്റാ.